സാധാരണഗതിയിൽ അമേരിക്കൻ പ്രസിഡൻറ്റിന് ഞാനിന്നൊരു ഓയിൽ ചേഞ്ച് വാഹനത്തിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിനിടയിലാണ് നമുക്ക് കുറച്ച് ടൈം വീണ് കിട്ടുമ്പോൾ ഉള്ള വീഡിയോ ഉണ്ടാക്കിയത്. അതിൻ്റെ പേരിലുള്ള ശബ്ദ കോലാഹലങ്ങളാണ് കേൾക്കുന്നത്, അവർ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ. ഇതിപ്പോൾ ഒരു ഓയിൽ ചേഞ്ചാണ്. നമ്മൾ വാഹനം ഓടിച്ച് കയറ്റുക, വാഹനത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനൊരു കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് അവർ വന്നിട്ട് ഇതിൻ്റെ താഴേക്ക് പോയിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്തിരി ഫ്രീ ടൈം ഉണ്ട്. ചിലപ്പോൾ ചിലർ ചായയോ കാപ്പിയൊക്കെ കുടിക്കും. പിന്നെ ഈ മറ്റ് ഓൺലൈൻ കാര്യങ്ങളോ അല്ലെങ്കിൽ വീഡിയോയിലോ എന്തെങ്കിലുമൊക്കെ ഇമെയിൽ ചെയ്യുന്ന ഇതൊക്കെ. അമേരിക്കൻ ജീവിതം അങ്ങനെയാണ്, വാഹനത്തിലായിരിക്കും നിങ്ങളുടെ പകുതി ജീവിതവും. അപ്പോൾ അതിനിടയിലാണ് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്നതും ഒരു വീഡിയോ ചെയ്യുന്നതും. ഇത് ഓയിൽ ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാൻസ്മിഷൻ ഓയിൽ, ഇന്ന് 2 ഓയിൽ ചേഞ്ച് ഉണ്ട്. ട്രാൻസ്മിഷനും മാറ്റുന്നുണ്ട്, ഒപ്പം തന്നെ എൻജിൻ ഓയിലും മാറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ജോലികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിനിടയിൽ ഞാനൊരു വാർത്തയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളായിട്ട് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ട്രംപിന് ഇന്നലെ സ്വിറ്റ്സർലൻഡ് ഒരു റോളക്സ്, നമുക്കറിയാം വിലപിടിപ്പുള്ള വാച്ചാണ് റോളക്സിൻ്റെ ഒരു ക്ലോക്കും പിന്നെ ഒരു ഗോൾഡ് ബാറും സമ്മാനമായിട്ട് സ്വിറ്റ്സർലൻഡിലെ കുറച്ച് ബിസിനസ്സുകാർ കൊണ്ടു കൊടുത്തേക്കാണ്. അപ്പോൾ നമുക്കറിയാം ഇന്നലെ 39% താരിഫാണ് സ്വിറ്റ്സർലൻഡിന് കിട്ടിയിരുന്നത്. അതിൽ നിന്നും നേരെ 15 കുറച്ചു. സാധാരണ രീതിയിൽ അമേരിക്കൻ പ്രസിഡൻറ്റിന് കൈവശം വയ്ക്കാവുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് $450 അതിലും കുറവുള്ളത് മാത്രമേ അമേരിക്കൻ ഒരു പ്രസിഡൻറ്റിന് സമ്മാനമായി വാങ്ങുന്നത് വെക്കാൻ സാധിക്കുള്ളൂ. ബാക്കി സമ്മാനങ്ങളൊക്കെ അമേരിക്കയുടെ പ്രോപ്പർട്ടി ഓഫ് അമേരിക്കൻ ഗവൺമെൻറ്. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ തവണ അദ്ദേഹം ഖത്തറിൽ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു വിമാനം, $400 മില്യൺ വിമാനം ആണ്. അപ്പോൾ ഖത്തർ രാജാവ് തമീമ് പറയേണ്ടായിരുന്നത്, ഞാൻ ട്രംപിനാണോ കൊടുത്തത് അത് അമേരിക്കയ്ക്കാണോ കൊടുത്തതെന്ന് വെച്ചപ്പോൾ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ സാധാരണ ഇപ്പോൾ ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് ഈ സാധനം, ഈ $400 മില്യൺ വിമാനം ട്രംപ് സ്വന്തമായിട്ട് ഭരണത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് വെക്കാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം രാജ്യത്തിന് വേണ്ടി കൊടുക്കുന്ന സമ്മാനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അത് നമ്മൾ ന്യൂയോർക്കിലെ മൻഹാട്ടനിൽ ഒരു ദ്വീപ് പോലെയാണ്, എല്ലീസ് ഐലൻഡ് എന്ന് പറഞ്ഞൊരു ദ്വീപ് പോലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതൊരു കോപ്പറിൻ്റെയാണ് ചെമ്പ്. ഇപ്പോൾ ക്ലാവ് പിടിച്ച് പച്ച നിറത്തിലായി. അത് ലോവർ മൻഹാട്ടൻ വാൾ സ്ട്രീറ്റിൻ്റെയൊക്കെ താഴെയായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഒരു ബോട്ടിൽ കയറി പോകണം. അത് ഫ്രാൻസ് എന്ന രാജ്യം അമേരിക്ക എന്ന രാജ്യത്തിന് സമ്മാനമായിട്ട് കൊടുത്തതാണ് അന്നത്തെ കാലത്ത്. അതുപോലെ രാജ്യത്തിന് കൊടുക്കുന്ന സമ്മാനങ്ങളുണ്ട്. ചെറു സമ്മാനങ്ങൾ $450 താഴെയായിരിക്കണം. പക്ഷെ ഇന്നലെ കൊടുത്തിരിക്കുന്ന സമ്മാനം ഒരു ഗോൾഡ് ബാറാണ്. അതൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ റോളക്സിൻ്റെ ഒരു വാച്ച് തന്നെ ഒരു 10 ക്ലോക്ക് ഒരു 10-25 ലക്ഷം 30 ലക്ഷം രൂപ വില വരെ ഇരിക്കും. പിന്നെ ഒരു ഗോൾഡ് ബാർ, ഇതൊക്കെ ട്രംപ് വയ്ക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. ട്രംപിന് അങ്ങനെ ഒരു എല്ലാ കാര്യങ്ങളും ഒരു മാറ്റം ഉണ്ടാക്കൽ തന്നെയല്ല അദ്ദേഹം വലിയൊരു പ്രതിസന്ധിയിൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. എപ്സ്റ്റീൻ്റെ ഇമെയിലുകളൊക്കെ പുറത്തു വരുന്നു. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പരസ്ത്രീ ബന്ധങ്ങളെക്കുറിച്ച് പരസ്ത്രീ ബന്ധം അദ്ദേഹത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. പക്ഷെ അദ്ദേഹം കള്ളുപിടിക്കില്ല. അപ്പം അങ്ങനെയുള്ളൊരു ഇത് ഇന്നലെ അപ്പം ആ 30 ഇവർ വന്ന് നല്ല വർത്താനം പറഞ്ഞ് ഒരു 39% താരിഫ് ഉണ്ടായിരുന്ന സ്വിറ്റ്സർലൻഡിന് 15% ആക്കി അത് കൊടുത്തു. അത്ര ഇതിൻ്റെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതെന്നാൽ ചന്ദ്രലേഖ സിനിമയിൽ 100 നമ്മുടെ ശ്രീനിവാസിന് മറ്റേ ആൽഫിയുടെ കമ്പനി, മറ്റേ മോഹൻലാൽ കമ്പനിയുടെ ഇതായിട്ട് ഈ മാനേജിങ് ഡയറക്ടറായിട്ട് സ്ഥാനം കിട്ടും. ആ സ്ത്രീ ആശുപത്രി കിടക്കുമ്പോൾ അപ്പം ഇദ്ദേഹം പാൻസ് കെട്ടുന്നത് 100 ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്നവനായിരുന്നു. ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ഈ കയറും കെട്ടി, ബെൽറ്റിന് പകരം ഒരു കയറൊക്കെ കെട്ടി. എന്നിട്ട് മോഹൻലാൽ ചോദിക്കേണ്ടത് എന്താടത്, കൊല പഴിപ്പിക്കാൻ വെച്ചിരിക്കണാടാ കെട്ടി വെച്ച്. എന്നിട്ട് 60 ലക്ഷത്തിൻ്റെ കോൺട്രാക്ട് 5,000 എനിക്ക് കൈക്കൂലി തരാൻ പറഞ്ഞ് വാങ്ങണേന് തുല്യമായിട്ടാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ട്രംപ് അങ്ങനെ ഒരു കച്ചവടം നില നടത്തിയിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡ് അതൊക്കെ പണക്കാരുടെ രാജ്യമാണ്. അവർക്ക് തന്നെയുള്ള സ്വിറ്റ്സർലൻഡ് ചെറിയൊരു ഭയങ്കര യൂറോപ്യനിലെ ഒരു ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു രാജ്യമാണ്, പ്രകൃതി രമണീയമായിട്ടുള്ളൊരു രാജ്യമാണ്. ഞാൻ കഴിഞ്ഞ മാസം അവിടെ പോയിരുന്നു, ജനീവയിലൊക്കെ. അപ്പോൾ
ആ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ്സുകൾ, അതായത് അവർക്ക് സാധനങ്ങൾ വിറ്റഴിക്കേണ്ടത് ടെക്നോളജി ആൻഡ് അത്രയും മികവുള്ള വസ്തുക്കൾ അവരുണ്ടാക്കുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് വിൽക്കണം, അമേരിക്കയിലാണ് ഡോളർ ഉള്ളത്, അമേരിക്കയ്ക്ക് വിറ്റാലാണ് ഏതൊരു രാജ്യത്തിനും ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇദ്ദേഹം 15 ഇന്നലെ ഒരു റോളക്സിൻ്റെ ക്ലോക്കും കിട്ടി, ഒരു ഗോൾഡ് ബാറും കിട്ടി. ആ സാധനത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം അത് ചുളുവിൽ 39% താരിഫ് പറഞ്ഞത് 15% ആക്കി കൊടുത്തു. അപ്പോൾ സ്വിറ്റ്സർലൻഡ് ഹാപ്പിയായി. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ്റെ പരിപാടികളാണ് നമ്മൾ ട്രംപ് ഇപ്പം ഇവിടെ അമേരിക്കയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.